വീണ്ടും ഒരിക്കൽ കൂടെ ഈ സുമാധ്യമത്തിൽ കൂടെ ദൈവവചനമായി നിൽപ്പാൻ കർത്താവ് സഹായിച്ചോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പഠനത്തിൻ്റെ അവസാന ക്ലാസ്സിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ ആഴ്ചകളിൽ പഠിച്ച കാര്യങ്ങളെ ഒന്നുകൂടെ ഓർക്കുന്നത് നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നതാണ്. നമ്മൾ ആദ്യമായിട്ട് ചിന്തിച്ചത് കൊരിന്തി സഭയിൽ പലവിധ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് ഭിന്നതയുണ്ടായിരുന്നു, പിണക്കമുണ്ടായിരുന്നു, ഗ്രൂപ്പിസം ഉണ്ടായിരുന്നു, ജഡികതയുണ്ടായിരുന്നു, ദുർനടപ്പുണ്ടായിരുന്നു, തമ്മിൽ തമ്മിൽ വ്യവഹാരങ്ങളുണ്ടായിരുന്നു, കുടുംബ ബന്ധങ്ങളിലെ ക്രമക്കേടുകളുണ്ടായിരുന്നു. അവര് വിഗ്രഹങ്ങളിലേക്ക് തിരിഞ്ഞു പോകുന്ന, വിഗ്രഹങ്ങളോട് ഉള്ളൊരു അറ്റാച്ച്മെന്റ്, അതിലേക്ക് തിരിഞ്ഞു പോകുന്ന ഒരു പ്രവണത അവരിലുണ്ടായിരുന്നു. അതുപോലെ സഭയിൽ പെരുമാറ്റച്ചട്ട ലംഘനം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ തന്നെ അവർ കർത്തൃമേശ ആചരിച്ചിരുന്നതായിട്ട് നമ്മളവിടെ വായിച്ചു. അതുപോലെ തുടർന്ന് നമ്മൾ കണ്ട ആത്മിക വരങ്ങളുടെ ദുർവിനിയോഗം അവരെ ഇടയിലുണ്ടായിരുന്നതായിട്ട് നമ്മൾ വായിച്ചു. സ്നേഹശൂന്യത അതും അവരുടെ ഇടയിലുണ്ടായിരുന്നതായിട്ട് നമ്മൾ വായിച്ചു. ദൈവാത്മാവ് അവർക്ക് ബോധ്യപ്പെടുത്തുകയാണ്, ഇതെല്ലാം സാത്താന്റെ തന്ത്രങ്ങൾ അവരിൽ വിജയിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവായിട്ട് ഇതിരിക്കുന്നു എന്നുള്ളത് ദൈവാത്മാവ് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ഈ ഭാഗത്തൂടെ. അവർക്ക് മാത്രമല്ല, ഇന്ന് നാം ആയിരിക്കുന്ന ഈ കാലഘട്ടത്തിലും അത് വളരെ പ്രാധാന്യമുള്ളതാണ്, നമുക്കും ആപ്ലിക്കബിൾ ആണ് എന്നുള്ളത് നമ്മൾ ഇതിനകത്ത് ചിന്തിക്കുകയാണ്. സാത്താൻ എതിരാളിയെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ളത് നമ്മൾ കണ്ടു. സാത്താൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് നമ്മൾ ചില കാര്യങ്ങൾ ചിന്തിച്ചു. ദൈവത്തിൻ്റെ ഒരു സൃഷ്ടിയായിരുന്നു. ദൈവം ഒരു കെരൂബായിട്ടാണ് സാത്താനെ സൃഷ്ടിച്ചത്. സൃഷ്ടിയിൽ നടപ്പിൽ നിഷ്കളങ്കനായ, ജ്ഞാനസമ്പൂർണനായ, സൗന്ദര്യസമ്പൂർണനായ ഒരു കെരൂബായിട്ട് ദൈവം സൃഷ്ടിച്ചു. അവനെ ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് തന്നെ ഇരുത്തി. എന്നാൽ അവൻ്റെ വ്യാപാരത്തിൻ്റെ പെരുപ്പ് നിമിത്തം, സൗന്ദര്യ നിമിത്തം, പ്രഭ നിമിത്തം തൻ്റെ ആ പദവിയെ അവൻ വഷളാക്കിയതായിട്ട്, അവൻ അവിടെ നിന്ന് വീണുപോയതായിട്ട് നമ്മൾ ചിന്തിച്ചു. അവൻ്റെ ഹൃദയത്തിലെ നിരൂപണങ്ങളെക്കുറിച്ച് യെശയ്യാപ്രവചനത്തിൽ നമ്മൾ കണ്ടു. 14 അധ്യായത്തിൽ, ഞാൻ സ്വർഗത്തിൽ കയറും, എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും, ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും, ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും. ഈ വിധത്തിലുള്ള തൻ്റെ മനോവ്യാപാരങ്ങളെ നമ്മൾ കണ്ടു. സാത്താനെ വിവിധ പേരുകൾ വിളിച്ചതായിട്ട് നമ്മൾ പിന്നീട് ചിന്തിച്ചു. വിരോധി എന്ന അർത്ഥത്തിൽ സാത്താൻ എന്ന ദൈവവചനം വെളിപ്പെടുത്തുന്നുണ്ട്. അപവാദി എന്ന വിധത്തിൽ പിശാച് എന്ന വാക്കും ഉപയോഗിക്കുന്നതായിട്ട് കണ്ടു. പ്രകാശം കൊണ്ടുവരുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ ലൂസിഫർ, പ്രകാശിക്കുന്നവനല്ല, പ്രകാശം കൊണ്ടുവരുന്നവൻ എന്ന അർത്ഥത്തിൽ ലൂസിഫർ എന്നുള്ള പേര് നമ്മൾ കണ്ടു. ഭൂതങ്ങളുടെ തലവൻ എന്നുള്ള അർത്ഥത്തിൽ ബെയൽസെബൂൽ എന്ന് കണ്ടു. കർത്താവ് വിളിച്ച ചില പേരുകൾ കുലപാതകൻ, ഭോഷ്കിൻ്റെ അപ്പൻ, അതുപോലെ തന്നെ മഹാസർപ്പം തുടങ്ങിയ പേരുകളിൽ നമ്മുടെ കർത്താവും ഈ അഭിസംബോധന ചെയ്തതായിട്ട് നമ്മൾ കണ്ടു. അവൻ ഈ ലോകത്തിൻ്റെ ദൈവമായിട്ട് വാഴാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മൾ കണ്ടു. അതുപോലെ അടുത്ത രാജാവാകേണ്ട പ്രഭുവായിട്ട് അവൻ പെരുമാറുന്നതായിട്ട് നമ്മൾ കണ്ടു. സാത്താൻ സ്വയം പ്രവർത്തിക്കാനായിട്ട് കഴിവുകളൊന്നുമില്ലാത്തൊരു വ്യക്തിയായിട്ട് നമ്മൾ കണ്ടു. കേവലം സൃഷ്ടി മാത്രം ആയതിനാൽ
ദൈവ ദൈവത്തിനുള്ള ആട്രിബ്യൂട്ട്സ്, അതിൻ്റെ സ്വഭാവവിശേഷങ്ങളൊന്നും തനിക്കില്ല. അതുകൊണ്ട് താനും തൻ്റെ അനുചരന്മാരും കൂടിയാണ് അവൻ്റെ പദ്ധതി നടപ്പിലാക്കാനായിട്ട് ശ്രമിക്കുന്നത് എന്നുള്ളത് നമ്മൾ, അവൻ പല വിധത്തിലുള്ള വേഷങ്ങൾ ധരിക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. അവൻ്റെ പ്രവർത്തന മാധ്യമം എന്നുള്ളത് മനുഷ്യൻ തന്നെയാണ് എന്നുള്ളതും നമ്മൾ ചിന്തിക്കുകയുണ്ടായി. പിശാചിൻ്റെ ചില തന്ത്രങ്ങളെക്കുറിച്ച്, അവൻ ഗൂഢാലോചന, നമ്മുടെ മനസ്സിലേക്ക് ഗൂഢാലോചന കൊണ്ടുവരുന്ന അവൻ്റെ സ്വഭാവത്തെക്കുറിച്ച് നമ്മൾ കണ്ടു. അവൻ്റെ തന്ത്രത്തെക്കുറിച്ച് നമ്മൾ കണ്ടു. കള വിതയ്ക്കുക എന്നുള്ള തന്ത്രത്തെക്കുറിച്ച് നമ്മൾ കണ്ടു. വഞ്ചിക്കുക, അല്ലെങ്കിൽ ഈ ഹവ്വയെ വഞ്ചിച്ച പോലെ തന്നെ നമ്മെയും വഞ്ചിക്കാനുള്ള അവൻ്റെ ശ്രമത്തെക്കുറിച്ച് നമ്മൾ കണ്ടു. ഭയപ്പെടുത്തുക എന്നുള്ള തന്ത്രത്തെക്കുറിച്ച് നമ്മൾ കണ്ടു. അതുപോലെ പ്രലോഭിപ്പിച്ച് നമ്മെ കീഴടക്കുക എന്നുള്ള അവൻ്റെ തന്ത്രത്തെയും നമ്മൾ കണ്ടു. സാത്താൻ്റെ ബലഹീനതകളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. കേവലം സൃഷ്ടി മാത്രമായ താൻ നമ്മേക്കാൾ ശക്തനാണെങ്കിലും വലിയവനായ സർവശക്തനായ ദൈവത്തിന് മുമ്പിൽ ഒന്നുമില്ല എന്നുള്ളതും നമ്മൾ കണ്ടു. തുടർന്ന് ഓരോ യുഗങ്ങളിൽ അവൻ്റെ പ്രവർത്തനം എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടു. അവൻ്റെ അന്ത്യം നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചു. സഭായുഗത്തിൻ്റെ അന്ത്യമായ, അവസാനമായ, ഭൂമിയിൽ അവസാനമായ സഭായുഗത്തിൻ്റെ അവസാനത്തിൽ നമ്മെ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ എത്തിക്കുമ്പോൾ അവിടെ വെച്ചും നമ്മെ നമുക്കെതിരെ പ്രവർത്തിക്കുന്ന സാത്താനെ നമ്മൾ കണ്ടു. അവിടെ സാത്താൻ തുറന്നൊരു യുദ്ധത്തിന് പുറപ്പെടുന്നതായിട്ടും തന്നെ അവിടെ നിന്നും ഭൂമിയിലേക്ക് തള്ളിയിടുന്നതും നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു. പിന്നീട് തൻ്റെ ലക്ഷ്യം എന്നുള്ളത് യഹൂദൻ എന്നുള്ളതാണ്, യഹൂദനായിരിക്കും എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു. അവിടെ നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിച്ചു. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു, ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ ഉപദ്രവിക്കുന്ന, ഇസ്രായേലിനെ ഉപദ്രവിക്കുന്ന തൻ്റെ തുടർന്നുള്ള പദ്ധതിയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ആ പദ്ധതി ഒരു വിധത്തിൽ പറഞ്ഞാൽ ദൈവം അനുവദിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു പരിധി വരെ 42 മാസം പ്രവർത്തിക്കാനായിട്ടുള്ള അനുവാദം അവിടെ ദൈവത്തിൽ നിന്നും ലഭിക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. ഈ 42 മാസം പ്രവർത്തിക്കാനായിട്ട് മഹാപീഡന കാലം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ കാലത്തിൻ്റെ മധ്യത്തിൽ വെച്ചാണ് ഈ 42 മാസം പ്രവർത്തിക്കാനുള്ള അവസരം സാത്താന് ലഭിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ തികച്ചും വളരെ കർത്താവ് പറഞ്ഞ പോലെ ഇതേവരെ കണ്ടിട്ടില്ലാത്ത കഷ്ടത്തിലേക്ക് ഇസ്രായേലിനെ തള്ളിവിടാനായിട്ട് സാത്താന് സാധിക്കുന്നു എന്നുള്ളത് നമ്മളവിടെ മനസ്സിലാക്കി. തുടർന്ന് കർത്താവ് തൻ്റെ പ്രഭയാൽ അവിടെ ഒരു പ്രശ്നങ്ങളൊക്കെ ഒരു പരിധി വരെ അവിടെ നിയന്ത്രണം ഏർപ്പെടുന്നത് കണ്ടു. അതുമാത്രമല്ല, അന്ന് ഭരിച്ചിരുന്ന മൃഗത്തെയും കള്ളപ്രവാചകനെയും ജീവനോടെ അവിടെ തീപ്പൊയ്കയിലേക്ക് തള്ളിയിടുന്നതായിട്ടും, തുടർന്ന് സാത്താനെ ബന്ധിച്ച് 1000 ആണ്ടിലേക്ക് ചങ്ങലയിടുന്നതായിട്ടും നമ്മൾ ചിന്തിച്ചു. 1000 ആണ്ട് വാഴ്ച അതുകൊണ്ട് തന്നെ വളരെ നീതിയോടെയും ന്യായത്തോടെയും ആയിരിക്കും എന്നുള്ളത് കണ്ടു. ഒരു രാജാവ് നീതിയോടെ വാഴും, പ്രഭുക്കന്മാർ ന്യായത്തോടെ അധികാരം നടത്തുമെന്നുള്ള ദൈവത്തിൻ്റെ പ്രമാണം അതവിടെ നിവൃത്തിയാവുന്നതായിട്ടും നമ്മൾ കണ്ടു. 1000 ആണ്ടിന് ശേഷം വീണ്ടും കുറച്ചു കാലത്തേക്ക്, എത്ര കാലം എന്നുള്ളത് നമ്മൾ വായിക്കുന്നില്ല, ഒരു ചെറിയൊരു ഇടവേളയിലേക്ക് സാത്താനെ വീണ്ടും അഴിച്ചുവിടുന്നതായിട്ടും, അവിടെ ആ കിട്ടിയ അവസരം ഉപയോഗിച്ചുകൊണ്ട് ലോകത്തെ മുഴുവനും വശീകരിക്കുന്നതിന് വേണ്ടി താൻ പുറപ്പെടുന്നതായിട്ടും അവിടെ ജയിക്കുന്നതായിട്ടും അവരെ
വളരെ പേരെ ആ ന്യായവിധിയിലേക്ക് വീണ്ടും തള്ളിവിടുന്നതായിട്ടും നമ്മളവിടെ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. നാം ആയിരിക്കുന്ന ഈ കൃപായുഗത്തിൽ നമുക്ക് എങ്ങനെ ഈ കാര്യത്തിൽ ദൈവസന്നിധിയിൽ വിശ്വസത്തോടെ നിൽക്കാൻ സാധിക്കുമെന്നുള്ളത് ദൈവാത്മാവ് നമുക്ക് രേഖപ്പെടുത്തി തന്നുള്ള കാര്യങ്ങളെ ചിന്തിക്കാനായിട്ടാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ആദ്യം വായിച്ച വാക്യം ഒന്നുകൂടെ വായിക്കാം. 2 കൊരിന്ത്യർ 2 അധ്യായം അതിൻ്റെ 11 വാക്യം. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. സാത്താൻ നമ്മെ തോൽപ്പിക്കുക, യഥാർത്ഥമായിട്ടുള്ള അർത്ഥം പറഞ്ഞാൽ മുതലെടുക്കാനായിട്ട് അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇവിടെ കണ്ടത്. അതിനുവേണ്ടി നാം അവന്റെ തന്ത്രങ്ങളെ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. വെളിപ്പാട് ദിവസം 2 അധ്യായത്തിൽ ആ കാര്യം ഒന്നുകൂടെ ആവർത്തിച്ച് പറയുന്നതായിട്ട് നമുക്കവിടെ കാണാൻ സാധിക്കും. വെളിപ്പാട് ദിവസം 2 അധ്യായം തുയഥൈര സഭയ്ക്ക് എഴുതുമ്പോഴാണ് അതിൻ്റെ 24 വാക്യം. എന്നാൽ ഈ ഉപദേശം കൈക്കൊള്ളാതെയും അവർ പറയും പോലെ സാത്താന്റെ ആഴങ്ങൾ അറിഞ്ഞിട്ടില്ലാതെയും തുയഥൈരിൽ ശേഷം പേരോട് വേറൊരു ഭാരം ഞാൻ നിങ്ങളുടെ മേൽ ചുമത്തുന്നില്ല. ഇവിടെ സാത്താന്റെ ആഴങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് അവിടെ പറഞ്ഞത്. അതിൻ്റെ സാത്താന്റെ പ്രവർത്തനത്തിൻ്റെ അല്ലെങ്കിൽ തൻ്റെ തന്ത്രത്തിൻ്റെ ആ ഡെപ്ത് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ നമുക്ക് നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. തുയഥൈര സഭയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചതാണ്. അവിടെ ഇസബേൽ എന്ന സ്ത്രീയെ അനുവദിക്കുന്നു എന്നൊരു കുറ്റമാണ് അവരോട് പറയുന്നത്. അതായത് ദൈവനാമ മഹത്വത്തിന് ചേരാത്ത ഉപദേശങ്ങൾ കൊണ്ടുവരുന്ന ആ വ്യക്തിയെ സഭയ്ക്കകത്ത് അനുവദിക്കുന്നു എന്നുള്ളതാണ് അവിടെ കുറ്റമായിട്ട് ആരോപിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ആ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ അത് ആരാണ് പറയുന്നതെന്നുള്ളത് നമ്മൾ വായിക്കുന്നുണ്ട്. അതിൻ്റെ തുയഥൈരയിലെ സഭയുടെ ദൂതൻ എഴുതുക 18 വാക്യം. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണും വെള്ളോട്ടിന് സദൃശമായ കാലുമുള്ള ദേവപുത്രൻ അരുളി ചെയ്യുന്നത്. അവിടെ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള കർത്താവാണ് അവിടെ അരുളി ചെയ്യുന്നതായിട്ട് കാണുന്നത്. തൻ്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്ന യാതൊരു കാര്യവുമില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള മനുഷ്യൻ, ആ കർത്താവ് ആണിത് നമ്മളെ കാണുന്നത്. അതുകൊണ്ട് തന്നെ സാത്താന്റെ തന്ത്രങ്ങളിൽ നാം പെട്ടുപോയെങ്കിൽ ന്യായാസനം വരെ അത് കൊണ്ടുപോകാതെ കർത്താവിൻ്റെ കൃപാസനത്തോട് ചെന്ന് നിരപ്പ് പ്രാപിക്കാനായിട്ട് നമുക്ക് സാധിക്കണമെന്നുള്ളതാണ് നമുക്കവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ന്യായാസനം വരെ കൊണ്ടു ചെന്നാൽ അവിടെ വളരെയധികം ലജ്ജിതരായി തീരേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടാകും. നാമോ രക്ഷിക്കപ്പെടും, എങ്കിലും തീയിൽ കൂടി എന്ന പോലെ അത്രയൊന്നും നമ്മളോട് വായിക്കുന്നത്. ഈ വിധത്തിലുള്ള ആ കാര്യങ്ങളിലേക്ക് കടന്നു പോകാതെ അതിനു മുമ്പേ തന്നെ നാം ഇവിടെ ആയിരിക്കുമ്പോൾ തന്നെ കർത്താവിൻ്റെ കൃപാസനത്തിന് മുമ്പിൽ ചെന്ന് അത് നമ്മ ഏറ്റുപറഞ്ഞ് അത് ഉപേക്ഷിപ്പാനായിട്ട് നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. മറ്റൊരു കാര്യം നാം വിജയിക്കാനായിട്ട് മറ്റൊരു കാര്യം നമ്മൾ കാണുന്നത് എഫെസ്യർ 4 അധ്യായത്തിലെ ഒരു കാര്യം കാണുന്നുണ്ട്. എഫെസ്യർ 4 അധ്യായം അതിൻ്റെ 27 വാക്യം. അതിൻ്റെ 27 വാക്യമാണ് വായിക്കുന്നത്. പിശാചിന് ഇടം കൊടുക്കരുത്. പിശാച് നാം ചിന്തിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണെങ്കിലും ഒന്നുകൂടെ അത് ഓർമ്മയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. പിശാചിന് ഇടം കൊടുക്കരുത്.
അതിന് തൊട്ട് മുമ്പുള്ള വാക്യങ്ങളിൽ പിശാചിന് ഇടം കൊടുക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അതിന് 25-ാമത്തെ വാക്യത്തില് ആകയാൽ ഭോഷ്ക് ഉപേക്ഷിച്ച് ഓരോരുത്തൻ താന്താന്റെ കൂട്ടുകാരനോട് സത്യം സംസാരിക്കുവിൻ, നാം തമ്മിൽ അവയവങ്ങളല്ലോ. ഇവിടെ എഫെസ്യർ എഴുതുന്ന കാര്യമാണ് നാം ഭോഷ്ക് ഉപേക്ഷിക്കുക. പിശാചിന് ഇടം കൊടുക്കുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഭോഷ്ക്. നമ്മൾ സാത്താന്റെ പേരുകളെ കുറിച്ച് പഠിച്ചപ്പോൾ ഭോഷ്കിന്റെ അപ്പൻ എന്നുള്ള പേര് അവിടെ ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് കാണാം. ഭോഷ്ക് ഉപേക്ഷിക്കേണ്ടത് ആവശ്യമാണെന്നുള്ളത് നമുക്കവിടെ കാണാൻ സാധിക്കും. ഭോഷ്ക് എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ശരീരത്തിന് എതിരെയുള്ള ഒരു പാപമായിട്ടാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതാണ് നമ്മൾ വായിക്കുന്നത്, നാം തമ്മിൽ അവയവങ്ങളല്ലോ. ക്രിസ്തുവിന്റെ ശരീരത്തിനെതിരെയുള്ള ഒരു പാപമായിട്ട്, ഒരു പ്രശ്നമായിട്ട് നമുക്ക് ഇതിനെ കാണാനായിട്ട് നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. ഭോഷ്ക് എന്നുള്ളത് പിശാചിന് ഇടം കൊടുക്കുന്ന ഒരു പ്രവൃത്തിയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. തൊട്ടടുത്ത വാക്യത്തിൽ 26-ാം വാക്യത്തിൽ കോപിച്ചാൽ പാപം ചെയ്യാതിരിക്കുവിൻ, സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. അവിടെ കോപം എന്നുള്ളതും പിശാചിന് ഇടം കൊടുക്കുന്ന ഒരു പ്രവൃത്തിയായിട്ട് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. കോപം അത് പാപത്തിലേക്ക് വഴിതിരിച്ചു വിടും എന്നുള്ളതാണ് നമുക്കവിടെ രേഖപ്പെടുത്തി തന്നിട്ടുള്ളത്. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തില് കർത്താവ് പറഞ്ഞ കാര്യം ഈ ഞാൻ ഓർക്കുകയാണ്. മത്തായി സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യം. അവിടെ വായിക്കുന്നത്, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകുമെന്നുള്ളതാണ് നമ്മൾ വായിക്കുന്നത്. അവിടെ കോപം എന്നുള്ളത് അതിൽ തന്നെ പാപമല്ല എങ്കിൽ തന്നെ അത് പാപത്തിലേക്ക് നയിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി നമ്മൾ സാത്താൻ്റെ ആ തന്ത്രം നാം അറിഞ്ഞ് മാറിയിരിക്കേണ്ടത്, അല്ലെങ്കിൽ സാത്താന് ഇടം കൊടുക്കാതെ നമ്മൾ മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണെന്നുള്ളത് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. തീമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനത്തിൽ മറ്റൊരു കാര്യം കാണുന്നുണ്ട്. നമ്മളതും വായിച്ച ഭാഗമാണ്. 1 തീമോഥെയോസ് 3-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം. നിഗളിച്ചിട്ട് പിശാചിന് വന്ന ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കുവാൻ പുതിയ ശിക്ഷനും വരുത്. അടുത്ത വാക്യം നമ്മൾ വായിക്കാം. നിന്നയിലും പിശാചിന്റെ കെണിയിലും കുടുങ്ങാതിരിക്കുവാൻ പുറമെയുള്ളവരോട് നല്ല സാക്ഷ്യം പ്രാപിച്ചവനും ആയിരിക്കുകയാണ്. ഈ നിഗളം എന്നുള്ളത് പിശാചിന് ഇടം കൊടുക്കുന്ന ഒരു കാര്യമായിട്ട് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. അത് പിശാചിന്റെ കെണിയിൽ കുടുങ്ങാനായിട്ടുള്ള സാധ്യതയുള്ള ഒരു കാര്യമായിട്ട് ഈ നിഗളത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നിഗളമുള്ളവർ തീർച്ചയായും പിശാചിന്റെ കെണിയിൽ കുടുങ്ങുമെന്ന് തന്നെയാണ് ദൈവാത്മാവ് അർത്ഥസംഖ്യയ്ക്ക് ഇടയില്ലാത്ത വിധം തന്നെ അവിടെ നമുക്ക് രേഖപ്പെടുത്തി തന്നിരിക്കുന്നത്. ഈ വിധത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധയോടെ ഇരിക്കേണ്ടത് ആവശ്യമാണെന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. തീമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൽ മറ്റൊരു കാര്യം കൂടെ കാണുന്നുണ്ട്. 2 തീമോഥെയോസ് 2-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം. ബുദ്ധിയില്ലാത്ത മൗഢ്യതർക്കം ഷണ്ഠ ജനിപ്പിക്കുന്നുവെന്നറിഞ്ഞ് അത് ഒഴിഞ്ഞിരിക്കുക. ഇവിടെ മൗഢ്യതർക്കം അതും ഒഴിഞ്ഞിരിക്കേണ്ട കാര്യമായിട്ട് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. പിശാചിന് ഇടം കൊടുക്കുന്ന ഒരു കാര്യമായിട്ട് ഈ ബുദ്ധിയില്ലാത്ത മൗഢ്യതർക്കത്തെ നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ 26-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ, അവർ സുബോധം പ്രാപിച്ച് അവന്റെ കെണിയിൽ നിന്ന് ഒഴിഞ്ഞ് ദൈവേഷ്ടം ചെയ്യുമോ എന്നും വെച്ച് അവരെ സൗമ്യതയോടെ പഠിപ്പിക്കേണ്ടതുമാകുന്നു. അവിടെ 25-ാം വാക്യത്തിൽ
വിരോധികൾക്ക് ദൈവം സത്യത്തിന്റെ പരിജ്ഞാനത്തിനായി മാനസാന്തരം നൽകുമെന്നും പിശാചിനാൽ പിടിപെട്ട് കുടുങ്ങിയവരാകിയാൽ അവർ സുബോധം പ്രാപിച്ച് അവന്റെ കെണിയിൽ നിന്ന് ഒഴിഞ്ഞു ദൈവേഷ്ടം ചെയ്യുമെന്നും വെച്ച് അവരെ സൗമ്യതയോടെ പഠിപ്പിക്കേണ്ടതുമാകുന്നു. ഇവിടെ ആ ആ, ബുദ്ധിയില്ലാത്ത മൗഢ്യതർക്കം അവരെ പിശാചിന്റെ കെണിയിലേക്ക് കൊണ്ടെത്തിക്കും എന്നുള്ളത് ദൈവാത്മാവോടെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇതിൽ നിന്നും നാം മറുപടി പറയരുത് എന്നുള്ള ഒരു അർത്ഥമില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ആവശ്യമാണ്. 1 പത്രോസ് 3 അധ്യായത്തിൽ അത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 1 പത്രോസ് 3 അധ്യായം അതിന്റെ 15-ാം വാക്യം. നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ഭയഭക്തിയും കൊണ്ട് പ്രതിവാദം പറയുവാൻ എപ്പോഴും ഒരുങ്ങിയിരിക്കുക. ഇവിടെ നമ്മുടെ പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്നതിനോട് പ്രതിവാദം പറയാനായിട്ട് നമ്മൾ ഒരുങ്ങിയിരിക്കണം. പക്ഷെ അവിടെ മറ്റൊരു ആ, കാര്യം അവിടെ കൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്, സൗമ്യതയും ഭയഭക്തിയും കൊണ്ട് വേണം നമ്മളത് പ്രതിവാദം പറയേണ്ടത്. മൗഢ്യതർക്കമല്ല, സൗമ്യതയും ഭയഭക്തിയും കൊണ്ട് പ്രതിവാദം പറയുന്ന ആ വിധത്തിലായിരിക്കണം നമ്മുടെ മനോഭാവം എന്നുള്ളതും നമുക്ക് ദൈവാത്മാവോടെ രേഖപ്പെടുത്തി തന്നിരിക്കണം. മൗഢ്യതർക്കം എന്നുള്ളത് പിശാചിന് ഇടം കൊടുക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. യോഹന്നാന്റെ 1-ാം ലേഖനത്തിൽ മറ്റൊരു പിശാചിന് ഇടം കൊടുക്കുന്ന മറ്റൊരു കാര്യം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1 യോഹന്നാൻ 3-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം. ദൈവത്തിന്റെ മക്കൾ ആരെന്നും പിശാചിന്റെ മക്കൾ ആരെന്നും ഇതിനാൽ തെളിയുന്നു. നീതി പ്രവർത്തിക്കാത്തവനാരും സഹോദരനെ സ്നേഹിക്കാത്തവനും ദൈവത്തിൽ നിന്നുള്ളവനല്ല. ഇവിടെ നീതി പ്രവർത്തിക്കാത്തവൻ, സഹോദരനെ സ്നേഹിക്കാത്തവൻ, അവിടെ ദൈവത്തിന്റെ മക്കൾ ആരെന്നോ പിശാചിന്റെ മക്കൾ ആരെന്നും ഇതിനാൽ തെളിയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ദൈവാത്മാവോടെ ശക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സഹോദരനെ സ്നേഹിക്കാത്തവൻ ദൈവത്തിൽ നിന്നുള്ളവനല്ല. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ സഹോദരനെ സ്നേഹിക്കാതിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിശാചിന്റെ കെണിയിൽ കുടുങ്ങിപ്പോകുന്നു, അവന് ഇടം കൊടുക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. പിശാചിന് ഇടം കൊടുക്കരുത് എന്ന് പറയുമ്പോൾ നമ്മൾ ചില കാര്യം ചിന്തിച്ചു. ഹോഷ്ക്ക് ഒഴിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. ഹോഷ്ക്ക് പിശാചിന് ഇടം കൊടുക്കാനായിട്ട് ഉള്ള ഒരു ഉപാധിയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ കോപം എന്നുള്ളത് അതും പിശാചിന് ഇടം കൊടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. നീളം എന്നുള്ളത് അത് പിശാചിന് ഇടം കൊടുക്കുന്ന പ്രവൃത്തിയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. ബുദ്ധിയില്ലാത്ത മൗഢ്യതർക്കം അതും പിശാചിന് ഇടം കൊടുക്കുന്ന ഒരു കാര്യമായിട്ട് നമ്മളവിടെ കണ്ടു. അതുപോലെ തന്നെ സഹോദരനെ സ്നേഹിക്കാത്ത നേരിട്ട് പിശാചിന്റെ മകൻ എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് നാം മനസ്സിലാക്കി ഇരിക്കേണ്ടത് ആവശ്യമാണ്. അത് പിശാചിന് ഇടം കൊടുക്കുന്ന ഒരു പ്രവൃത്തിയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കും. നമ്മൾ കൂടെ വായിച്ചൊരു വാക്യം ഒന്നുകൂടെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. 1 കൊരിന്ത്യർ 10:12. ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. നാം നിൽക്കുന്നു എന്ന് തോന്നുന്നുവെങ്കിൽ നാം വീഴാതിരിപ്പാനായിട്ട് സൂക്ഷിക്കേണ്ടത്, നോക്കിക്കൊള്ളേണ്ടത് ആവശ്യമാണ്. തുടർന്ന് മറ്റൊരു കാര്യം, പിശാചിനെ വിജയിക്കുന്നതിനുള്ള മറ്റൊരു കാര്യം നമ്മൾ കണ്ടത് യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു. യാക്കോബിന്റെ ലേഖനം അതിന്റെ 4-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം. യാക്കോബ് 4:7. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങി പിശാചിനോട് എതിർത്ത് നിൽക്കുകയും എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ഇവിടെ വ്യക്തമായിട്ട് പിശാചിനെ എങ്ങനെ നമ്മിൽ നിന്ന് അകറ്റാം എന്നുള്ള, അല്ലെങ്കിൽ പിശാചിനെ എങ്ങനെ ജയിക്കാം എന്നുള്ള വ്യക്തമായിട്ടുള്ള നിർദ്ദേശമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ഭാഗത്ത് 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ദൈവാത്മാവ് നമ്മെ നിർദ്ദേശിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുക. ദൈവത്തിന് കീഴടങ്ങാതെ പിശാചിനോട് എതിർത്ത് നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല എന്നുള്ളതാണ് അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കേണ്ടത്. അഹങ്കാരികൾക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് കീഴടങ്ങുക എന്നുള്ളത്.
ദൈവത്തിന് കീഴടങ്ങിയാൽ മാത്രമേ നമുക്ക് ശത്രുവിനെ ജയിക്കാനായിട്ട് സാധിക്കൂ എന്നുള്ളത് ദൈവാത്മാവ്. അപ്പോസ്തലപ്രവൃത്തികൾ 19 അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ അതിനൊരു ഉദാഹരണം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോസ്തലപ്രവൃത്തികൾ 19 അധ്യായം, അവിടെ നമ്മൾ പൗലോസ് അപ്പോസ്തലന്റെ സുവിശേഷ യാത്രയെക്കുറിച്ച്, യാത്രയിലുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അവിടെ എഫസോസിൽ വെച്ച് സംഭവിച്ച ഒരു കാര്യമായിട്ട് അതിന്റെ 12-ാം വാക്യം, ഐ മീൻ 13-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ദേശാന്തരികളായി നടക്കുന്ന മന്ത്രവാദികളായ ചില യഹൂദന്മാർ പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് ആണയിടുന്നെന്ന് പറഞ്ഞ് യേശുവിന്റെ നാമം ചൊല്ലുവാൻ തുനിഞ്ഞു. നമ്മളോട് ഈ ഭാഗം കാണുന്നത് പൗലോസ് അപ്പോസ്തലനാൽ വളരെയധികം അത്ഭുതങ്ങളും അടയാളങ്ങളും അവിടെ നടക്കുന്നതായിട്ട് നമ്മളോട് കാണുന്നുണ്ട്. 12-ാം വാക്യത്തിൽ വരുമ്പോൾ അവന്റെ മേന്മേൽ നിന്ന് റൂമാല ഉത്തിരിയും രോഗികളുടെ മേൽ കൊണ്ടുവന്നിടുകയും വ്യാധികൾ അവരെ വിട്ടുമാറുകയും ദുരാത്മകൾ പുറപ്പെടുകയും ചെയ്തു എന്ന് നമ്മൾ വായിക്കുന്നത്. ഈ വിധത്തില് അവിടെ അത്ഭുതങ്ങൾ പൗലോസ് അപ്പോസ്തലനിൽ കൂടി ദൈവം പ്രവർത്തിക്കുകയാണ്. ആ പ്രവർത്തിക്കുന്നത് കണ്ട് ദേശാന്തരികളായി നടക്കുന്ന മന്ത്രവാദികളായ ചില യഹൂദന്മാർ, അതിന്റെ തൊട്ടടുത്ത വാക്യത്തിൽ ആരാണെന്നും പറയുന്നുണ്ട്. ഇങ്ങനെ ചെയ്തവർ മഹാപുരോഹിതനായ സ്കേവ എന്നൊരു യഹൂദന്റെ 7 പുത്രന്മാർ ആയിരുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഇവിടെ ഇവരും ഈ നാമം ഉച്ചരിക്കാനായിട്ട്, യേശുവിന്റെ നാമം ഉച്ചരിക്കാനായിട്ട് അവിടെ ധൈര്യപ്പെടുന്നതായിട്ട് നമുക്കവിടെ കാണാൻ സാധിക്കും. എന്നാൽ 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത്, ദുരാത്മാവ് അവരോട്, യേശുവിനെ ഞാൻ അറിയുന്നു, പൗലോസിനെയും പരിചയമുണ്ട്, എന്നാൽ നിങ്ങൾ ആരെന്ന് ചോദിച്ചു. പിന്നെ ദുരാത്മാവുള്ള മനുഷ്യൻ അവരുടെ മേൽ ചാടി അവരെല്ലാവരെയും കീഴടക്കി ജയിക്കുകയാൽ അവർ നഗ്നരും മുറിവേറ്റവരുമായി ആ വീട്ടിൽ നിന്ന് ഓടിപ്പോയി. ഇവിടെ ദൈവത്തിന് കീഴടങ്ങാതെ പിശാചിനോട് എതിർത്ത് നിൽക്കാൻ പോകുമ്പോൾ സംഭവിക്കുന്ന കാര്യമായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. സ്കേവ എന്ന ആ യഹൂദന്റെ ഒരു പുരോഹിതൻ എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ മഹാപുരോഹിതൻ എന്നുള്ള വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മഹാപുരോഹിതനായ സ്കേവയുടെ 7 പുത്രന്മാർ, അവർ ദൈവത്തിന് കീഴടങ്ങാതെ ഈ പിശാചിനോട് എതിർത്ത് നിൽക്കാനായിട്ട് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ പിശാച് അവന് ജയിക്കുന്നതായിട്ട്, അവൻ മുറിയേറ്റവരും നഗ്നരുമായിട്ട് അവിടെ നിന്ന് ഓടിപ്പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുന്നതായിട്ട് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടിരിക്കുന്ന കാര്യം, നാം പിശാചിനോട് എതിർത്ത് നിൽക്കണം എന്ന് പറയുമ്പോൾ അതിനു മുമ്പ് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, ദൈവത്തിന് കീഴടങ്ങിയിരിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മിൽ വസിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ്, ആ ദൈവത്തിന്റെ ആത്മാവിനെ കീഴടങ്ങിയിരുന്നു കൊണ്ട് ഉള്ള പ്രവർത്തനങ്ങൾ മാത്രമേ നമ്മെ വിജയത്തിലേക്ക് എത്തിക്കൂ എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. പിന്നെ രണ്ടാമതായിട്ട് പറയുന്നത്, പിശാചിനോട് എതിർത്ത് നിൽക്കുക. യാക്കോബിന്റെ ലേഖനം 4 അധ്യായത്തിന്റെ 7-ാം വാക്യം ഒന്നുകൂടെ വായിക്കാം. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുകയും പിശാചിനോട് എതിർത്ത് നിൽക്കുകയും, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ഇല്ലെങ്കിൽ നാം ഓടിപ്പോകേണ്ടതായിട്ട് വരും. നാം ദൈവത്തിന് കീഴടങ്ങിക്കൊണ്ട് പിശാചിനെ എതിർത്ത് തന്നാൽ അവൻ നമ്മെ വിട്ട് ഓടിപ്പോകുക തന്നെ ചെയ്യുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. റോമലേഖനം 10 അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇസ്രായേൽ മക്കളെ കുറിച്ച് അവിടെ ദൈവാത്മാവ് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. റോമലേഖനം 10 അധ്യായം അതിന്റെ 3-ാം വാക്യം. റോമലേഖനം 10 അധ്യായത്തിന്റെ 3-ാം വാക്യം. അവർ ദൈവത്തിന്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിപ്പാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. ഇസ്രായേലിൽ വന്ന ഒരു പരാജയമാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അവർ ദൈവത്തിന്റെ നീതി അറിയാതെ
സ്വന്തം നീതി സ്ഥാപിപ്പാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. കീഴ്പ്പെടാത്ത ഇസ്രായേൽ ജനത്തെ കുറിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇസ്രായേൽ ജനം കീഴ്പ്പെടാത്തതുകൊണ്ട് ഇന്നും അവര് ഏത് വിധത്തിൽ ഇരിക്കുന്നു എന്നുള്ളത് നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ദൈവം അവരോട് ഇടപെടുന്ന വിധങ്ങളെക്കുറിച്ച്, അവന് ശത്രുവിനെ ആ, പുറംതിരിഞ്ഞ് ഓടേണ്ടതായിട്ടുള്ള അവസ്ഥ അവർക്ക് വരുന്നതായിട്ട് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഈ വിധത്തില് ദൈവത്തിന്റെ നീതിക്ക് നാം കീഴ്പ്പെട്ട്, ദൈവത്തിന് കീഴ്പ്പെട്ടുകൊണ്ട് ശത്രുവിനെ എതിർപ്പാനായിട്ട് നമുക്ക് ഇടയായി തീരേണ്ടത് ആവശ്യമാണ്. എതിർത്ത് നിൽക്കണമെങ്കിൽ ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് എഫെസ്യ ലേഖനം 6 അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. എഫെസ്യ ലേഖനം 6 അധ്യായം അതിന്റെ 11-ാം വാക്യം. അവിടെ നമ്മൾ വായിക്കുന്നത്, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുക. ദൈവത്തിന്റെ സർവായുധവർഗം നമ്മൾ ധരിക്കേണ്ടത് ആവശ്യമാണ്, പിശാചിന്റെ തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കുന്നതിന് വേണ്ടിയിട്ട്. നാം പിശാചെ ഒളിയമ്പുകളാണ് നമ്മുടെ നേരെ പ്രയോഗിക്കുക. നേരിട്ടുള്ള അമ്പുകളൊന്നും പ്രയോഗിക്കാനായിട്ടുള്ള യാതൊരു അവസ്ഥയിലുമല്ല സാത്താൻ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. അവൻ ഒളിയമ്പുകളാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിനനുസരിച്ചുള്ള ആയുധവർഗമാണ് നമുക്ക് ധരിക്കാനായിട്ട് തന്നിരിക്കുന്നത്. 14-ാം വാക്യം മുതൽ നമ്മളത് വായിക്കുന്നുണ്ട്. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പായിക്കുകയും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിച എടുത്തുകൊണ്ട് നിൽപ്പിൻ. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവിൻ. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിക്കുകയും. ഇവിടെ ശത്രുവിനെ ജയിക്കുന്നതിന് വേണ്ടി ദൈവത്തിന്റെ സർവായുധം വർഗം ധരിച്ചു വേണം അവനോട് എതിർത്ത് നിൽക്കാനായിട്ട് ചെല്ലേണ്ടത്. നാം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, ഇതിൽ ഒരു കാര്യം മാത്രമാണ് പ്രത്യാക്രമണപരമായിട്ടുള്ളത്, വാള്. ബാക്കിയെല്ലാം നമ്മുടെ നമ്മെ തന്നെ സൂക്ഷിക്കുന്നതിനുള്ള ആയുധങ്ങളായിട്ട് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. എല്ലാം പ്രതിരോധപരമായിട്ടുള്ള ആയുധങ്ങളായിട്ടാണ് നമുക്കവിടെ കാണുന്നത്. അവിടെ ആദ്യം കാണുന്നത് സത്യമെന്ന അരക്കച്ച. സത്യമെന്ന നിങ്ങളുടെ അരയ്ക്ക് സത്യം കിട്ടി. അരക്കച്ചയായിട്ട് നമുക്കിവിടെ ഉള്ളത് സത്യമെന്ന അരക്കച്ചയാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. പിന്നീട് മാർപ്പതക്കം തന്നിട്ടുണ്ട്, നീതി എന്ന കവചം. നമുക്ക് പാദങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് സമാധാന സുവിശേഷത്തിനുള്ള ഒരുക്കം, നമ്മെ ഒളിയമ്പുകളിൽ നിന്നും രക്ഷിക്കുന്നതിന് വേണ്ടി ഷീൽഡായിട്ട് വിശ്വാസം എന്ന പരിച. അതുപോലെ നമ്മുടെ തലയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി രക്ഷ എന്ന ശിരസ്ത്രം. ഇതെല്ലാം ധരിച്ചുകൊണ്ട് വേണം നമ്മൾ ഈ പടക്കളത്തിലേക്ക് പോകേണ്ടത് എന്നുള്ളത് കാണാൻ സാധിക്കും. നമുക്ക് യുദ്ധം ചെയ്യുന്നതിനുള്ളത് ആത്മാവിന്റെ വാള്, ദൈവവചനം എന്ന ആത്മാവിന്റെ വാൾ മാത്രമാണ് ഉള്ളൂ എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുന്നത്. അത് മാത്രമല്ല, പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരതയോടുകൂടെ വേണം, അല്ലെങ്കിൽ വളരെയധികം അത് വ്യക്തമായിട്ടുള്ള ഒരു ഉദ്ദേശത്തോടു കൂടെ വേണം നമ്മൾ യുദ്ധത്തിന് പോകേണ്ടത് എന്നുള്ളത് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. നമുക്കെല്ലാം പരിച നമ്മുടെ കയ്യിലുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വിശ്വാസം എന്ന പരിച. വിശ്വാസികൾ എന്ന പേര് നമ്മൾ അറിയപ്പെടുമ്പോൾ വിശ്വാസം എന്ന പരിച നമുക്ക് ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇതിൻ്റെ കൂടെ മറ്റു ആയുധങ്ങൾ, സത്യമെന്ന അരക്കച്ച, നീതി എന്ന കവചം, സമാധാന സുവിശേഷങ്ങൾ ഒരുക്കം ചെരുപ്പ്, അതുപോലെ തന്നെ രക്ഷ എന്ന ശിരസ്ത്രം, ഇതെല്ലാം നമ്മൾ ഉപേക്ഷിച്ച്
ഈ കേവലം വിശ്വാസം എന്ന പരിച മാത്രം എടുത്ത് ധരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ രക്ഷ എന്ന ശിരസ്ത്രം മാത്രം ഇട്ടുകൊണ്ട് യുദ്ധത്തിന് പോകുന്നത്, അത് അപകടകരമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. മാത്രമല്ല, അവൻ അവൻ വെളിപ്പെടുമ്പോൾ അവന് ഉപയോഗിക്കാനായിട്ട്, ആ, അവന് അവന് നേരെ പ്രയോഗിക്കാനായിട്ട് പ്രത്യാക്രമണപരമായിട്ടുള്ള ഒരേ ഒരു ആയുധം, അത് നമ്മൾ വ്യക്തമായിട്ട് ഉപയോഗിക്കാനായിട്ട് പഠിച്ചിരിക്കേണ്ടത് ആവശ്യമാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ വാളിനെ കുറിച്ച് നമുക്ക് ശത്രുവിനെ ആക്രമിക്കാനായിട്ടുള്ള ഈ വാളിനെ കുറിച്ച് ചില കാര്യങ്ങൾ ഇവിടെ അതുകൂടെ ചിന്തിക്കുന്ന നല്ലതായിരിക്കും. എബ്രായ ലേഖനം 4 അധ്യായത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്, ഈ വാളിന്റെ പ്രത്യേകത. എബ്രായ ലേഖനം 4 അധ്യായം അതിന്റെ 12 വാക്യം. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു. ഈ വാളിന്റെ പ്രത്യേകതയാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഒന്നാമതായിട്ട് കാണുന്നത് ജീവനും ചൈതന്യവുമുള്ള വാളാണ്. രണ്ടാമതായിട്ട് കാണുന്നത് ഇരുവായ്ത്തലയുള്ള വാളാണ്. മൂന്നാമതായിട്ട് മൂർച്ചയേറിയ വാളാണത്. പിന്നീട് കാണുന്നത് പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതാണ് അത്. മാത്രമല്ല, ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാണ് ആ വാള്. ഈ വിധത്തിൽ ഇങ്ങനെ ഒരു വാള് ഉപയോഗിക്കണമെങ്കിൽ, പ്രത്യേകിച്ച് ഇരുവായ്ത്തലയുള്ള വാള്, റോമ പടയാളികൾക്ക് ഉണ്ടായിരുന്ന ഒരു ഒരു വിശേഷപ്പെട്ട ആയുധമായിരുന്നു ഈ ഇരുവായ്ത്തലയുള്ള വാള്. ഈ വാൾ ഉപയോഗിക്കണമെങ്കിൽ വ്യക്തമായിട്ടത് അഭ്യാസം പ്രാപിച്ചെങ്കിൽ മാത്രമേ അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ വാൾ ഉപയോഗിച്ച് സ്വയം മുറിവേൽക്കാനായിട്ടുള്ള സാധ്യത വളരെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. ഈ വാള് 2 വശം മൂർച്ചയേറിയതായതുകൊണ്ട് അത് ഉപയോഗിക്കുമ്പോൾ അതിനനുസരിച്ച് ഉപയോഗിക്കേണ്ടത് ആവശ്യമാണ്. ഈ നമ്മുടെ വശത്തേക്കുള്ള ആ ഭാഗം നമ്മിൽ കൊള്ളാതെ സൂക്ഷിക്കേണ്ടത് നമ്മൾ അത് മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. അല്ലെങ്കിൽ ശത്രുവിനെ നശിപ്പിക്കുന്നതിന് പകരം സ്വയം നശിക്കുന്നതിന് ഇടയായി തീരുമെന്നുള്ളതും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ഹൃദയത്തിലെ ചിന്തകളെയും ഭാവങ്ങളെയും എല്ലാം വിവേചിക്കുന്ന ആ വാള്, അത് വേണ്ടവണ്ണം ഉപയോഗിക്കാനായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടത് ആവശ്യമാണ്. ശമൂവേലിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെ ദാവീദിനെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. ശമൂവേലിന്റെ പുസ്തകം 1 ശമൂവേൽ 17 അധ്യായം അതിന്റെ 38, 39 വാക്യങ്ങൾ. അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്: ശൗൽ തന്റെ പടയങ്കി ദാവീദിനെ ധരിപ്പിച്ചു, അവന്റെ തലയിൽ താമര ശിരസ്ത്രം വെച്ചു, തന്റെ കവചവും അവനെ ഇടിവിച്ചു, പടയങ്കിമേൽ അവന്റെ വാളും കെട്ടി. ദാവീദ് നടക്കുവാൻ നോക്കി, എന്നാൽ അവന് ശീലമില്ലായിരുന്നു. ദാവീദ് ശൗലിനോട്, ഞാൻ ശീലിച്ചിട്ടില്ലായകയാൽ ഇവ ധരിച്ചുകൊണ്ട് നടക്കുവാൻ എനിക്ക് കഴിയുകയില്ല എന്ന് പറഞ്ഞ് അവയെ ഊരിവെച്ചു. ഇവിടെ ദാവീദ് ശത്രുവായ ഗോലിയാത്തിനെ നേരിടാനായിട്ട് പോകുന്ന രംഗമാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അവിടെ ദാവീദിന് ശൗൽ തന്റെ പടയങ്കിയും എല്ലാം ധരിപ്പിച്ച് ആ പടച്ചട്ട മുഴുവൻ അവിടെ അണിയിക്കുന്നതായിട്ട് നമുക്കവിടെ കാണാൻ സാധിക്കും. എന്നാൽ അവനത് ശീലിച്ചിട്ടില്ലായകയാൽ അവനത് ഊരി വെച്ചായിട്ടാണ് കാണുന്നത്. ശീലിക്കാത്ത കാര്യങ്ങൾ ചെയ്യാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദാവീദിന് ആ വിജയം ലഭിക്കുകയില്ല എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദാവീദ് പോയപ്പോൾ ആകെ ഒറ്റ ആയുധം കൊണ്ടാണ് പോയത്. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ എന്ന ആ വലിയ ആയുധം കൊണ്ടാണ് അവിടെ പോയതായിട്ട് നമ്മൾ കാണുന്നത്. അവന്റെ കയ്യിലിരുന്ന കവിണയും കല്ലും ഒന്നും ഒരു ആയുധമായിട്ട്
നമുക്ക് പരിഗണിക്കാനായിട്ട് സാധിക്കില്ല. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ എന്ന ആ ആയുധം ധരിച്ചുകൊണ്ട് അവൻ പരിചയിച്ചിട്ടുള്ള, അവൻ ശീലിച്ചിട്ടുള്ള ആയുധം ധരിച്ചുകൊണ്ടാണ് ദാവീദ് അവിടെ യുദ്ധത്തിന് പോയതായിട്ട് നമ്മൾ കാണുന്നു. ഈ വിധത്തിൽ യുദ്ധത്തിന് പോയെങ്കിൽ മാത്രമേ നമുക്ക് ജയിക്കാനായിട്ട് സാധിക്കുള്ളൂ. നമുക്ക് ആവശ്യമായ എല്ലാ ആയുധവർഗവും ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ഈ ആയുധവർഗം യഥാവിധി ഉപയോഗിപ്പാൻ, അത് യഥാർത്ഥമായിട്ട് അത് പരിശീലിച്ച്, അനുദിനം പരിശീലിച്ച് നമുക്ക് ഈ യുദ്ധക്കളത്തിലേക്ക് പോകാനായിട്ട് നമുക്ക് ഇടയായിത്തീരുന്നു. എങ്കിൽ മാത്രമേ നമുക്ക് ശത്രുവിനെ ജയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മൾ ഇന്ന് ചിന്തിച്ചത് മൂന്ന് കാര്യങ്ങളാണ്. ഒന്നാമതായിട്ട് നാം സാത്താന്റെ ആഴങ്ങളെ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. അവൻ ഏതെല്ലാം വിധത്തിൽ, അവന്റെ തന്ത്രത്തിന്റെ ആഴം എന്തുമാത്രമുണ്ട്, അവന്റെ ഡെപ്ത് എന്തുമാത്രമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അവൻ ജീവിക്കേണ്ടത് ആവശ്യമാണ്. നാം കൃപാസനം വരെ അത് കൊണ്ടുപോകാതെ അതിനു മുമ്പേ തന്നെ അത് ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് നമ്മുടെ ജീവിതം നയിക്കേണ്ടത് ആവശ്യമാണെന്നുള്ളത് നമ്മൾ കണ്ടു. രണ്ടാമതായിട്ട് പിശാചിന് ഇടം കൊടുക്കുന്ന കാര്യങ്ങൾ നമ്മളിൽ നിന്നും ഒഴിവാക്കേണ്ടത് ആവശ്യമാണ്. നമുക്ക് ഭോഷ്ക്ക് ഒഴിവാക്കാം, അതുപോലെ തന്നെ കോപം അത് ഒഴിവാക്കാം, നിഗളം എന്നുള്ളത് നമ്മിൽ നിന്ന് മാറ്റാം, ബുദ്ധിയില്ലാത്ത മൗഢ്യതർക്കം അത് ഒഴിവാക്കാം, കൂടാതെ സഹോദരനെ സ്നേഹിക്കാത്ത ആ ഒരു പ്രവണതയുണ്ടെങ്കിൽ അതും നമുക്ക് ഒഴിവാക്കി നമ്മൾ യഥാർത്ഥമായി ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിറഞ്ഞു ജീവിക്കാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. തുടർന്ന് നമ്മൾ കണ്ടത് എതിർത്ത് നിൽക്കുക എന്നുള്ളതാണ്. പിശാചിനോട് എതിർത്ത് നിൽക്കുക. എതിർത്ത് നിൽക്കണമെങ്കിൽ ആദ്യമായിട്ട് ആവശ്യമായിട്ടുള്ളത് ദൈവത്തിന് കീഴടങ്ങുക എന്നുള്ളതാണ്. കീഴടങ്ങാതെ, ദൈവത്തിന് കീഴടങ്ങാതെ പിശാചിനോട് എതിർത്ത് നിൽക്കാനായിട്ട് നമുക്ക് ഒരു വിധത്തിലും സാധിക്കുകയില്ല. സ്കേവ എന്ന മഹാപുരോഹിതന്റെ പുത്രന്മാർക്ക് നേരിട്ട ആ കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. സാത്താൻ നമ്മെ കീഴ്പ്പെടുത്താനായിട്ട് അത് ഇടയായി തീരും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ നാം ശത്രുവിനെ നേരിടാൻ പോകുമ്പോൾ ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊണ്ട് അത് എതിരിടാനായിട്ട് നമ്മൾ തയ്യാറാകേണ്ടത് ആവശ്യമാണ്. മാത്രമല്ല, സർവായുധോകം മുഴുവനായിട്ട് ധരിക്കാനായിട്ട് നമുക്ക് ഇടയായിത്തീരേണ്ടതും ആവശ്യമാണ്. മാത്രമല്ല, നാം ഈ കാര്യങ്ങളെല്ലാം ഉപയോഗിക്കുന്നത് എങ്ങനെയെന്നുള്ളത് വേണ്ടുവണ്ണം പരിശീലിച്ച് നമ്മൾ അനുദിനം നമ്മൾ അതിനുള്ള പരിശീലനം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണ്. ഒരു വാക്യം കൂടെ വായിച്ചിട്ടുള്ള വാക്യം തന്നെയാണ്. ഒരു വാക്യം കൂടെ വായിച്ചുകൊണ്ട് ഞാൻ ഈ ശുശ്രൂഷയിൽ നിന്ന് വിരമിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 1 പത്രോസ് 5 അധ്യായം 6 വാക്യം. അവിടെ നമ്മൾ വായിക്കുന്നത്, അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴെ താണിരിക്കുകയും. ദൈവം നമ്മൾ ഉയർത്തുക തന്നെ ചെയ്യും. ശത്രുവിന്റെ മുമ്പിൽ തോൽക്കാതെ നിൽക്കാനായിട്ട് ദൈവം നമ്മെ സഹായിക്കും. ദൈവം നമ്മെ ഏറ്റവും ഉയർത്തുക തന്നെ ചെയ്യും. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിന് ബലമുള്ള ആ കൈക്കീഴ് താണിരുന്നുകൊണ്ട് നമുക്ക് ഈ യുദ്ധം ചെയ്യാനായിട്ട് നമുക്ക് ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിരുനാമം എന്നും എന്നേക്കും മഹത്വത്തോടെ മാറാകട്ടെ. ഇത് ബ്രദർ മാത്യൂസ് എടുത്ത സീരീസിലെ ലാസ്റ്റ് ക്ലാസ് ആയിരുന്നു. ബ്രദർ മാത്യൂസിനോട് എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ബ്രദർ ജോൺസൺ ജോൺ ഇത് ക്ലോസിംഗ് സമ്മറി പറയുന്നതിന് മുൻപ് ഞാൻ 1-2 കാര്യങ്ങൾ ക്ലിയർ ആക്കട്ടെ. ബ്രദർ മാത്യൂസ് ഞങ്ങളുടെ സഭയിലെ ഒരു അംഗമാണ് എന്ന് മാത്രമല്ല, സഭയിലെ ഒരു ഡീക്കനാണ്, സീനിയർ ഡീക്കനാണ്. 10 വർഷം മുമ്പ് ഞങ്ങളുടെ സഭയിലുള്ള ഹിന്ദി മിനിസ്ട്രി തുടങ്ങിയപ്പം ആ മിനിസ്ട്രിയിൽ ഹിന്ദിയിൽ പാട്ട് പാടാനും എല്ലാ കാര്യത്തിനും മാത്യൂസും ജോയ്സും അവരെ തന്നെ കമ്മിറ്റ് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് സൂമിൽ ക്ലാസ്സസ് തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇതുപോലെ തന്നെ ആ ഫാമിലി ഒരു കമ്മിറ്റ്മെന്റ് ചെയ്തായിരുന്നു. അവരുടെ കമ്മിറ്റ്മെന്റിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്ലസ്
മാത്യൂസ് എടുത്തത് വളരെ വിഷമുള്ള ഒരു വിഷയമാണ്. അത് നമ്മളൊന്നും ഈ വിഷയം പഠിപ്പിച്ചിട്ടില്ല, അതുകൊണ്ട് അറിയത്തില്ല. ഞാനൊരു പ്രാവശ്യം പഠിപ്പിച്ചിട്ടുണ്ട്. ഷൊർണൂറിൽ അന്ന് സനീഷ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. സനീഷിന് നല്ലതുപോലെ ഓർമ്മയുണ്ട് എന്തോ ഒരു ക്രൈസിസ് ആയി തീർന്നെന്നുള്ളത്. എൻ്റെ സൗണ്ട് ആളുകളുടെ അടുത്ത് എത്താതിരിക്കാൻ വേണ്ടി സ്പീക്കറിന്റെ വോള്യൂം ബ്ലാസ്റ്റ് ചെയ്യുന്നു, ഞാൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. വലിയ ക്രൈസിസ് ആയിരുന്നു. സാത്താൻ എന്നുള്ള വിഷയം എടുക്കുമ്പം പലരും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പ്രതിസന്ധികൾ ഉണ്ടാകും, അതുകൊണ്ട്. എന്നാൽ കർത്താവ് മാത്യൂസിനെ സഹായിച്ചു. ഇതേ വിഷയം മാത്യൂസ് ഞങ്ങളുടെ സഭയിൽ എടുക്കാൻ പോവുകയാണ്. ആൻഡ് നമ്മൾ പ്രത്യേകം പ്രാർത്ഥിച്ച് സപ്പോർട്ട് ചെയ്യണം, സസ്റ്റെയിൻ ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. മാത്യൂസ്, താങ്ക് യു വെരി മച്ച്. അടുത്ത ആഴ്ച തൊട്ട് മാത്യൂസും ജോയ്സും നമ്മളെ പാട്ടിൽ നയിക്കുന്നതായിരിക്കും. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ഡോക്ടർ ജോൺസൺ സിബിലിൻ. വളരെ അനുഗ്രഹകരമാർന്ന ക്ലാസ്സുകൾ, 12 ക്ലാസ്സുകൾ. ഞാൻ എൻ്റെ നോട്ട് ഒന്ന് തിരിച്ചു നോക്കുകയായിരുന്നു. 12/1/2026 തുടങ്ങിയ ക്ലാസ് ആണ്. ഫസ്റ്റ് ക്ലാസ് 12 ജനുവരി 26. ഇന്ന് മാർച്ച് മാസം 30-ാം തീയതി ആയി കഴിഞ്ഞ് ഇനി ഒരു ദിവസത്തെ ബാക്കിയുള്ളൂ. 12 ക്ലാസ്സുകൾ നടത്തുവാൻ ദൈവം സഹായിച്ചു. അതിലുപരിയായി ഏറ്റവും കൂടുതൽ ഓർക്കാനുള്ളത് ദൈവമക്കളുടെ പ്രാർത്ഥനയായിരുന്നു. ഇതിൽ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥനയോടുകൂടി ഇരുന്നു. അതുമൂലം നാം ഇപ്പോൾ ഡോക്ടർ ജോൺസൺ സിബിലിൽ നിന്ന് കേട്ടു, ദൈവം സാത്താൻ ഒരു തരത്തിലും ഇങ്ങനെയുള്ള കാര്യങ്ങള് പഠിക്കുവാൻ സമ്മതിക്കുകയില്ല. എന്നാൽ ദൈവകൃപയാല്, ദൈവാനുഗ്രഹത്താല് യാതൊരു തടസ്സമില്ലാതെ ഈ 12 ക്ലാസ്സുകൾ നടത്തുവാൻ കർത്തദാസനെ ദൈവം സഹായിച്ചു. തുടർന്നുള്ള ദിവസങ്ങളിലും ഇങ്ങനെ കഠിനമായ വിഷയങ്ങൾ പഠിപ്പിക്കുവാൻ ദൈവം അദ്ദേഹത്തെ ഉപയോഗിക്കട്ടെ. സ്ഥലം സഭയിലും BTIയുടെ ഈ വെർച്വൽ ഗ്രൂപ്പിലും നടത്തുവാൻ ദൈവം സഹായിക്കട്ടെ. തുടർന്ന് ഉള്ള ക്ലാസ്സുകൾ ഡോക്ടർ ജോൺസൺ സിബിൽ ഓൾറെഡി അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് പ്രാർത്ഥനയോടുകൂടി അതും അദ്ദേഹത്തെയും വഹിക്കാം. കാരണം ശാരീരികമായ ക്ഷീണങ്ങളും പ്രയാസങ്ങളും ഉള്ള ദാസനാണ്. ദൈവത്തിന്റെ കൃപയോടുകൂടി നമ്മെ പഠിപ്പിക്കുന്നതിന്, നമുക്കത് പഠിക്കുന്നതിന് ദൈവകൃപ നമുക്ക് ലഭിക്കണം. അദ്ദേഹത്തിനെ പഠിപ്പിക്കുന്ന ദൈവകൃപ ലഭിക്കേണ്ടതിനും കർത്താവ് ഈ BTIയുടെ പ്രവർത്തനത്തെ അനുകരിക്കേണ്ടതിനും നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ഈ 12 ക്ലാസ്സുകളും യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഞാൻ ആഗ്രഹിക്കുമായിരുന്നു ഇതൊരു പുസ്തക രൂപേണ കിട്ടിയായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. അത് ദൈവം അതിനും പ്രവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം ഇത് കേൾക്കാൻ സാധിക്കാത്തവർക്ക് വായിച്ചും പഠിക്കാമല്ലോ, നല്ലതാണ്. വളരെ വിഷമേറിയ ക്ലാസ്സുകളായിരുന്നു. വളരെയധികം പഠിക്കുവാൻ എനിക്ക് സഹായിച്ചു. ദൈവം കൂടുതൽ അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഈ ക്ലാസ് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്ന പാട്ടുപാടിയ അഭിഷേകനും ദൈവം കൂടുതൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും നമുക്ക് പ്രാർത്ഥനയോട് ഇരിക്കാം. കർത്തദാസൻ തിയോക്രിയോസ് നമ്മെന്ന് പ്രാർത്ഥിച്ച് ഈ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നതായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവേ, ഞങ്ങൾ അവിടത്തേക്ക് നന്ദിയോടെ സ്തോത്രം അർപ്പിക്കുന്നു. BTIയിലൂടെ ദൈവത്തിന്റെ വചനം ക്രമീകൃതമായി ഈ നിലയിൽ പഠിക്കുവാൻ അവിടെ ഒരുക്കുന്ന എല്ലാ സാവകാശത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. പ്രത്യേകിച്ച് കർത്താവെ ജോൺസൺ സാറിനെ അവിടുത്തെ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടെന്നെങ്കിൽ തന്നെയും ഇക്കാര്യങ്ങൾക്കൊക്കെയും ആവശ്യമായ ചുമതല കൊടുക്കുവാനായിട്ട് സാറിനെ അവിടുന്ന് ബലപ്പെടുത്തുന്നു ഓർത്തു സ്തോത്രം. സനീഷ് സാറിന് ആവശ്യമായിട്ടുള്ള ബലം ഈ ദിവസങ്ങളിൽ അവിടുന്ന് നൽകുന്നു എന്നുള്ളതിനാൽ ഞങ്ങൾ നന്ദി പറയുന്നു. ലീഡിയ നോക്കണം ജോൺസൺ സാറിനെയും പ്രത്യേകം അവിടുന്ന് ബലപ്പെടുത്തിയതിനായിട്ട് സ്തോത്രം. ശേഷം കർത്താവെ ചില ദിവസങ്ങളായിട്ട്, ചില മാസങ്ങളായിട്ട് സാത്താന്റെ തന്ത്രങ്ങൾ എന്നുള്ളതായ വിഷയം പഠിക്കുവാന്നൊക്കെ വേണം അവിടുന്ന് ഞങ്ങൾക്ക് സാവകാശം നൽകി. ശേഷം ദൈവമക്കളുടെ ഇടയിൽ വളരെ ബുദ്ധിമുട്ടുകൾ ഉളവാക്കുന്നതായ ഒരു കാര്യം തന്നെയാണ് അതെന്ന് ഞങ്ങൾ ഓർക്കുന്നു. കൊരിന്ത്യ സഭയുടെ അനുഭവം ഞങ്ങളെ ആദ്യമേ കേൾപ്പിക്കുകയുണ്ടായി. ഒത്തിരി കൃപാവരങ്ങളുള്ള ഒരു സഭയായിരുന്നെങ്കിലും സാത്താന്റെ തന്ത്രങ്ങൾ അവിടെ വിജയിച്ച് അവിടെ പരാജയത്തിന്റെ അനുഭവങ്ങൾ ഉണ്ടായതായിട്ട് ഞങ്ങൾ കേൾക്കുകയുണ്ടായല്ലോ. കർത്താവെ, ഞങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ വിശ്വാസ എന്ന നിലയിൽ ഈ കൃപായുഗത്തിലും സാത്താന്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് അതിന്മേൽ വിജയം വരിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് അവിടുന്ന് ആഗ്രഹിക്കുന്നു എന്നുള്ളതിനായിട്ട് ഞങ്ങൾ നന്ദി പറയും. ശേഷിച്ച് ഇന്ന് ഞങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയുണ്ടായി. സാത്താന്റെ ആഴങ്ങളെ
അറിയണം എന്നുള്ളതായ കാര്യം ഞങ്ങളെ അവിടുന്ന് കേൾപ്പിച്ചു എന്നുള്ളതിനായ സ്തോത്രം. കർത്താവെ, തെറ്റ് മനസ്സിലാക്കിയാൽ അത് വെച്ചുകൊണ്ടിരിക്കാതെ എത്രയും വേഗം കൃപാസനത്തിനടുത്തിയെന്ന് അതിന് പരിഹാരം വരുത്തി ദൈവം ആഗ്രഹിക്കുന്ന നിലയിലുള്ളതായ ക്രിസ്തീയ ജീവിതത്തിന്റെ ഉടമകളായിട്ട് മുന്നോട്ട് പോകുവാൻ അവിടുന്ന് ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നതിനുള്ള അവസരം ഞങ്ങൾക്ക് അവിടുന്ന് നൽകിയിരിക്കുന്നു എന്നുള്ളതിനായിട്ട് നന്ദി. അത് പ്രയോജനപ്പെടുത്തുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണമേ. പിശാചിന് ഇടം കൊടുക്കരുത് എന്നുള്ളതായ വിഷയം ഞങ്ങൾ അതിനോട് ചേർത്ത് പഠി ബ്രദർ കുറിയാക്കോസിന്റെ മൈക്ക് ഓഫ് ആയി പോയിട്ടുണ്ട്. ഓർമ്മിപ്പിച്ചതായ കാര്യമാണല്ലോ കർത്താവെ. കർത്താവെ, സഹോദരങ്ങളോട് കോപിക്കുവാൻ ഞങ്ങൾക്ക് അനുവാദമില്ല. അത് മാത്രമല്ല, മൗഢ്യ തർക്കങ്ങളൊക്കെ അതിന് കാരണമായിട്ട് തീരുന്നു എന്നുള്ളത് ഞങ്ങളെ അവിടുന്ന് ഓർമ്മിപ്പിച്ചു എന്നുള്ളതിനായിട്ട് സ്തോത്രം. കർത്താവ്, ഇങ്ങനെയുള്ളതായ കാര്യങ്ങളെ തിരിച്ചറിഞ്ഞ് അതിന്മേൽ വിജയം ഭരിച്ച് കർത്താവ് ആഗ്രഹിക്കുന്ന നിലയിൽ ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാന്നൊക്കെ വണ്ണം അവിടുന്ന് സഹായിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങളെ ഓർമ്മിപ്പിച്ചതായുള്ള കാര്യമാണല്ലോ ദൈവത്തിന് കീഴടങ്ങണമെന്നുള്ളതായ കാര്യം. കർത്താവ്, ഇന്നത്തെ ക്രിസ്തീയ ഗോളത്തിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ ദൈവത്തെക്കാൾ ഉപരി തന്നെ ഉയർത്തുന്നതായുള്ള അനുഭവങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ദൈവത്തിന്റെ വചനത്തിനോ വേണ്ടുന്നതായുള്ള പ്രാധാന്യം നൽകാത്തതായ അനുഭവങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. കർത്താവ്, അങ്ങനെയുള്ളതായ ഈ കാലഘട്ടത്തിൽ പിശാചിനെ എതിർത്ത് നിൽക്കുവാൻ ഞങ്ങൾക്ക് കഴിയണമെങ്കിൽ ദൈവത്തിന് കീഴടങ്ങുന്ന ഒരു അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ചു വരുവാന്നൊക്കെ കൊണ്ട് കർത്താവ് കൃപ നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പിശാചിനോട് എതിർത്ത് നിൽക്കുവാൻ ഞങ്ങൾക്ക് അവിടുന്ന് അവസരങ്ങളെ നൽകുന്നു എന്നുള്ളതിനായിട്ട് സ്തോത്രം. അതിനായിട്ട് അവിടുന്ന് ദൈവത്തിന്റെ സർവായുധവർഗം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നു എന്നുള്ളതിനായിട്ട് നന്ദി പറയും. പ്രിയ കർത്താവേ, ദൈവത്തിന്റെ സർവായുധവർഗം ഞങ്ങൾ രക്ഷയെന്ന ശിരസ്ന വിശ്വാസം എന്ന പരിച, ഇതെല്ലാം ഞങ്ങൾക്ക് അവിടുന്ന് ആയുധമായിട്ട് നൽകിയിരിക്കുന്നു. ഞങ്ങളുടെ പ്രതിരോധത്തിനായിട്ട് നൽകിയിരിക്കുന്ന ആയുധങ്ങളാണ്. അത് വേണ്ടുമെന്ന് ധരിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ കർത്താവേ. എന്നാൽ ഞങ്ങൾക്ക് എതിർത്ത് നിൽക്കുവാനായിട്ട് നൽകിയിരിക്കുന്ന ദൈവവചനം എന്ന ആത്മാവിന്റെ വാള്, അതിന്റെ ശക്തി, അതിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് അത് പ്രായോഗിക ജീവിതത്തിൽ വേണ്ടുവണ്ണം അനുഭവമാക്കി അവരോട് എതിർത്ത് നിൽക്കുവാന്നൊക്കെ വണ്ണം അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. അങ്ങനെ കർത്താവ് ആഗ്രഹിക്കുന്ന നിലയിൽ കർത്താവിന് വേണ്ടി പ്രയോജനമുള്ളവരായിട്ട് നിൽക്കുവാന്നൊക്കെ വണ്ണം കർത്താവെ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിനായിട്ടുള്ള ദൈവകൃപ ഞങ്ങൾക്ക് അവിടുന്ന് ധാരാളമായിട്ട് നൽകണം. ദൈവത്തെ എപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ ഉയർത്തുവാൻ തക്കവണ്ണം, ദൈവത്തിന് തക്കതായ മഹത്വം നൽകുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് കൃപ നൽകണമേ. ശേഷിച്ച കർത്താവെ, മാത്യു സാറിന് ഈ ക്ലാസ് എടുക്കുവാൻ തക്കവണ്ണം അവിടുന്ന് കൊടുത്ത കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു. തുടർന്ന് അവിടുന്ന് ധാരാളമായിട്ട് സഹായിക്കണം. വരും ദിവസങ്ങളിൽ സഭകളിലൊക്കെ ഈ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ അത് സഭയിലുള്ള ഓരോ പ്രിയപ്പെട്ടവർക്കും കൂടുതൽ അനുഗ്രഹത്തിന് മുഖാന്തരമാകുവാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും. ശേഷം ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് മാനിക്കുകയും കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ വരുന്ന നാളുകളിൽ തങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ കർത്താവെ ഈ കാര്യങ്ങളെ വേണ്ടുമെന്നും പ്രായോഗിക ജീവിതത്തിൽ അനുഭവമാക്കിക്കൊണ്ട് സാത്താന്റെ തന്ത്രങ്ങളെ എതിർത്ത് നിന്ന് കർത്താവ് ആഗ്രഹിക്കത്തക്ക നിലയിലുള്ളതായ വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിപ്പാൻ അവിടുന്ന് തന്നെ മക്കളെ അവിടെയുള്ള പ്രാർത്ഥനയായിട്ട് സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു ബ്രദർ ട്യൂട്ടർ. ബിഗ് സല്യൂട്ട് ടു ബ്രദർ C.A. മാത്യൂസ്. ദൈവം വെച്ചാൽ അടുത്ത ആഴ്ച വീണ്ടും കാണാമെന്നുള്ള പ്രത്യാശയോടി ഇന്ത്യയിലുള്ളവർക്ക് ഗുഡ് നൈറ്റ് ആൻഡ് US-ലുള്ളവർക്ക് ഗുഡ് ഡേ. ബൈ.